ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജ വീട്ടിലെത്തി അമ്മയെ കാണാനായിട്ട് വന്ന പാടെ ചേട്ടത്തിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീനയുടെ കാര്യം പറഞ്ഞു. അപ്പം അലീന ജോലിക്കൊന്നും കൂടത്തില്ലേ എന്ന് ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ, ഞാനെങ്ങാനും വിളിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവളെ എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അമ്മ വിളിക്കും വന്ന് അമ്മയുടെ കാര്യങ്ങൾ നോക്കാനും പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അലീന എന്നാണ് അവളുടെ പേരെന്ന് വൈജ ചോദിച്ചു. അങ്ങനെയാണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ അലീനയെ പറ്റിയാണ് പുറത്തു നിന്ന് സംസാരിക്കുന്നതെന്ന് തൻ്റെ അമ്മയെ കാണാൻ രണ്ട് കണ്ണും തുറന്നു നോക്കിയിരുന്ന് നമ്മുടെ അലീനയ്ക്ക് മനസ്സിലായി. പെട്ടെന്ന് അലീനയ്ക്ക് ടെൻഷനായി. അലീനയുടെ പേര് പറയുന്നു, അലീനയെ വിളിച്ച് ഇനിയിപ്പോൾ കാണും, സംസാരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അലീനയ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് ഉള്ളിലൊരു ടെൻഷൻ, പേടി, വെപ്രാളം. അങ്ങനെ ആ പാവം പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് അവൾ എങ്ങനെയുണ്ട്, അമ്മയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് വൈജ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ വൈജ അത് ചോദിക്കുമ്പോൾ കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും വൃത്തിയും വെടുപ്പൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അമ്മയുടെ മുറിയൊക്കെ ഇപ്പം നല്ല വൃത്തിയാക്കി ഒക്കെ തന്നെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവളോട് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിന് അമ്മ സമ്മതിക്കുന്നില്ല എന്ന് കമല പറയുമ്പം അതൊന്നും സാരമില്ല ഏട്ടത്തി, അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. അത് ഞാൻ അമ്മയൊന്ന് കാണട്ടെ അതും പറഞ്ഞിങ്ങനെ ചെല്ലുക. അപ്പോഴേക്കും അപ്പോൾ അവളെ കാണണ്ടേന്ന് ചോദിച്ചു. അവളെ ഞാൻ വഴിയെ കണ്ടോളാം എന്ന് വൈജ പറഞ്ഞു. പേടിച്ച് വിറച്ച് പാവം ഇങ്ങനെ മൂലയിൽ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും വൈജ അമ്മയെ കാണാനായിട്ട് മുറിയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഈ അലീനയുടെ പേടിയും വെപ്രാളവും ടെൻഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി ചോദിച്ചു, നീ എന്തിനാടി മോളെ ഇതുപോലെ പേടിക്കുന്നേ, നീ എന്തിനാ ഇങ്ങനെ ആകെ ടെൻഷനായ പോലെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല മുത്തശ്ശിയുടെ മോള് അവൾ നിന്നെ കാണും, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമല അവിടെ നിന്ന് വിളിച്ചു. കമല എടി അലീനേ എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ. അപ്പോഴേക്കും മോളെ വിളിക്കുന്നുണ്ട്. അവർ എന്തിനാ വിളിച്ചതെന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും പേടിച്ച് വിറച്ച് അലീന ഇങ്ങനെ നിൽക്കും. എൻ്റെ കുഞ്ഞെ നീ അങ്ങ് ചെല്ല്, നിന്നെ കാണാനായിരിക്കും വിളിക്കുന്നത്, നീ ചെല്ല് എന്നും പറഞ്ഞ് അലീനയെ അവിടെ നിന്ന് പറഞ്ഞു വിടുക മുത്തശ്ശി. അപ്പോൾ അലീന പേടിച്ച് വിറച്ചിങ്ങനെ ചെന്നു. പേടിച്ച് വിറച്ചിങ്ങനെ അവിടെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് വൈജ അലീനയെ കാണും. അതെ, ഈ നിൽക്കുന്നതാണ് അലീന എന്നും പറഞ്ഞുകൊണ്ട് കമല കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ കമലയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നല്ലോ വൈജ. ഈ ഒരു നേരത്ത് നമ്മുടെ കമല അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അലീന നിൽക്കുന്നു. അലീനയെ കണ്ടപ്പോഴത്തേക്കും വൈജയൊന്ന് ഞെട്ടി. ആടിമുടി അലീനയെ നോക്കുക. ഇത്രയും ചെറിയ പെണ്ണാണോ എന്നിങ്ങനെ വൈജ ചോദിച്ചു. ഇവൾ ആദ്യം കയറി വന്നപ്പോൾ ഞങ്ങൾക്കും അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. ഇത്രയും ചെറിയ പെണ്ണ് എന്ത് ചെയ്യുമെന്നുള്ളൊരിത്, ഇവളെ കൊണ്ട് ഇതൊക്കെ കൂട്ടിയാൽ കൂടുന്നതാണോ എന്നും ചോദിച്ചിങ്ങനെ ഈ വൈജ നേരം ചോദിക്കുക. എന്നിട്ട് ഇങ്ങനെ നീങ്ങി നിൽക്കടി എന്നും പറഞ്ഞുകൊണ്ട് കമലയെ നമ്മുടെ അലീനയോട് പറഞ്ഞു. അലീന ഇങ്ങനെ പേടിച്ച് പറിച്ച് നിലത്തേക്ക് എന്നെ നോക്കി ഇങ്ങനെ പാവം അങ്ങനെ നിൽക്കുക കേട്ടോ. ഏതാ നിൻ്റെ നാട്, ആരൊക്കെ ഉണ്ട് നിനക്ക് എന്നൊക്കെ ചോദിച്ചു വൈജ ഭയങ്കര ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും പേടി കാരണം പറയാനൊന്നും ഭയങ്കര ഒരു ഇതിലിങ്ങനെ നിൽക്കുക. അയ്യോ, അതൊന്നും വൈജ അറിഞ്ഞില്ലേ? എന്താ ഏട്ടത്തി, ഇവളെ അനാഥയാ, ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. ആരോ കൊണ്ടുപോയി ഓർഫണേജ് തള്ളിയതാ, അവിടുന്ന് ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അന്ന് അച്ഛനൊക്കെ തിരുവനന്തപുരത്ത് പോയി കൊണ്ടുവന്നില്ലേ, അതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. അനാഥയോ, ഇവളെ കണ്ടിട്ട് ഒരു അനാഥയുടെ ലുക്കൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ നേരം വൈജ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ അമ്മയുടെ നേരെ ഒന്ന് നോക്കി ദയനീയമായിട്ട്. അല്ല, ഇവളെ ഇങ്ങനെ ഇവിടെ കൊണ്ടു നിർത്തുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ, ആകെ ഒരു പ്രശ്നത്തിലാവാനുള്ള വഴിയൊക്കെ ഒരുങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വൈജ ഇങ്ങനെ പറയുന്നേ. അപ്പോഴത്തേക്കും അത് തന്നെയാണ് ഞാനും ഇവിടെ എല്ലാവരോടും പറഞ്ഞത്. അപ്പോൾ ഇവിടെ മനുവിനും ഒക്കെ നിർബന്ധം ഇവള് തന്നെ മതിയെന്ന്. മനുവിൻ്റെ ഒറ്റ നിർബന്ധത്തിൻ്റെ പേരിലാണ് ഇവളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അച്ഛൻ്റെ അന്ത്യാഭിലാഷമാണെന്ന് അവൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഈ കമല ഇങ്ങനെ പറയാം, നിങ്ങൾ സംസാരിക്കും, ഇവിടെ നിന്നാലേ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം താമസമാകുമെന്ന് പറഞ്ഞ് കമല അകത്തേക്ക് കയറിപ്പോയി. കമല അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 100 കൂട്ടം ചോദ്യങ്ങളുമായിട്ട് വൈജ വന്ന് നമ്മുടെ അലീനയോട് ഇങ്ങനെ ചോദിക്കുന്നു. എന്നിട്ട് ഞാൻ ആദ്യം എൻ്റെ അമ്മയൊന്ന് കാണട്ടെ, ബാക്കി നിന്നെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ ഞാൻ വഴിയെ പറയാമെന്നും പറഞ്ഞുകൊണ്ട് വൈജ എന്നിട്ട് നേരെ അമ്മയുടെ അരികിലേക്ക് പോവാം. അലീനയാണ് പിന്നാലെ ചെല്ലുകയും ചെയ്തു. അങ്ങനെ അവിടെ ചെന്ന് നിന്ന് അമ്മയും വൈജയും കൂടെ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് നിൽക്കുക നമ്മുടെ അലീന. അപ്പോൾ വൈജ ചെന്നു, അമ്മേ എന്നും പറഞ്ഞു മുറിയിലേക്ക് ചെന്നു. അപ്പോൾ മുറിയൊക്കെ മൊത്തത്തിൽ നോക്കിയപ്പം ഇന്നലെ വരെ കണ്ട മുറിയല്ല ഇന്ന് വൈജ കാണുന്നത്. ആ മുറി കണ്ടപ്പോൾ തന്നെ പകുതി ഇമ്പ്രഷൻ ആയി നമ്മുടെ വൈജയ്ക്ക്. പക്ഷെ അതൊന്നും മുഖത്ത് കാണിച്ചില്ല. ഭയങ്കരമായിട്ടുള്ള റഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ, അതുകൊണ്ട് തന്നെ അതൊന്നും മുഖത്ത് കാണിച്ചില്ല. നേരെ ചെന്ന് അമ്മയുടെ അടുത്തിരുന്നു. എന്നിട്ട് അമ്മേ
ആ മോളെ, നീ വന്നതൊക്കെ ഞാൻ അറിഞ്ഞടി എന്ന് അമ്മ പറഞ്ഞപ്പോൾ നിനക്കിന്ന് പോവണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അമ്മ വിശേഷങ്ങൾ ചോദിച്ചു. അപ്പം ഞാൻ നേരെ ഇങ്ങോട്ട് പോരുക ചെയ്ത ബാങ്കിൽ നിന്ന്. ശിവേട്ടൻ പോവുമല്ലേ, അപ്പോൾ പിന്നെ ഇവിടം വരെ വരാതിരിക്കുന്നത് ശരിയാണോ അമ്മയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അമ്മ മോളും കൂടെ പറയുന്നു. പിന്നെ മക്കൾ എന്തെന്ന് ചോദിച്ചു, അതുപോലെ ബാലചന്ദ്രൻ എന്തെന്ന് ചോദിച്ചു. അപ്പോൾ ബാലചന്ദ്രൻ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും. മക്കൾക്ക് പിന്നെ നാളെ ക്ലാസ് ഉള്ളതല്ലേ, അവർ കഴിഞ്ഞ ദിവസമല്ലേ ഇവിടെ വന്നിട്ട് പോയത്, ഇനിയിപ്പോൾ പിന്നെ അവർ ഇന്ന് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയുണ്ട് അമ്മയ്ക്ക് ഇപ്പോൾ എന്ന് ചോദിച്ചപ്പം ഇപ്പം എനിക്കൊരു പുതുജീവൻ കിട്ടിയ ഒരു ഇതാണെന്ന് അമ്മ മോളോട് പറയുക. ഈ കൊച്ചു വന്നതിൽ പിന്നെ ഉണ്ടല്ലോ എനിക്ക് വന്ന മാറ്റം, അത് ഈ മുറിയിൽ കയറുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ആ മുറിയൊക്കെ വൃത്തിയാക്കിയാണ് കൊണ്ട് നടക്കുന്നത്, അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇവള് കൃത്യമായിട്ട് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതെന്നെ കണ്ടാൽ തന്നെ നിനക്ക് മനസ്സിലാകുന്നില്ലേന്ന് അമ്മ ചോദിക്കാം. മനസ്സിലാവുന്നതൊക്കെ ഉണ്ട് വൈജയ്ക്ക്, പക്ഷേ വൈജ അത് പുറത്ത് കാണിക്കുന്നില്ല. അംഗീകരിച്ചു കൊടുക്കുന്ന സ്വഭാവം വൈജയ്ക്ക് പണ്ടേ ഇല്ലാത്ത സ്വഭാവമാണല്ലോ. അപ്പം അതുകൊണ്ട് എല്ലാം കുറ്റങ്ങളാക്കിക്കൊണ്ട് സംസാരിക്കുള്ളൂ. അങ്ങനെ അലീന ഇതെല്ലാം കേട്ടിങ്ങനെ നിൽക്കുക. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് വിട്ടൊരു കൊച്ചായി നിൽക്കുന്നത്. ഈ കൊച്ച് ഉള്ളത് കൊണ്ട് ഞാൻ ഉടനെ തന്നെ ഏറ്റു നടക്കുമെന്നാടി മോളെ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു. ദൈവം അനുഗ്രഹിച്ച കഥയൊന്നും അമ്മ പറയണ്ട. ദൈവം അനുഗ്രഹിച്ച കൊച്ചായിരുന്നെങ്കിൽ ഇവൾ അനാഥാലയത്തിലാകുമായിരുന്നു എന്ന് ഈ വൈജ ചോദിക്കുക. അതതിന് ഇവളുടെ കുറ്റമാണോ, ഇവളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഇവൾ അനാഥയായതെന്ന് അമ്മ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവളുടെ അച്ഛനും അമ്മയോ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. നല്ല കുടുംബത്തിൽ പിറന്ന ഏതെങ്കിലും, അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കുടുംബത്തിൽ പിറന്ന ഏതെങ്കിലും ഒരാൾ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി അനാഥാലയത്തിൽ കൊണ്ടുവന്നാക്കുമോ, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ആക്കുമോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വൈജ ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ ഇവളൊരു പിഴച്ചു പറ്റതായിരിക്കും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുക കേട്ടോ. അങ്ങനെ വൈജ ചുമ്മാ ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ അവനവനെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. സ്വന്തം സ്വഭാവത്തെ, അല്ലെങ്കിൽ എന്നെ തന്നെയാണല്ലോ ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയുന്നത്, അതായത് തൻ്റെ അമ്മ തന്നെയാണല്ലോ പറയുന്നതെന്ന് അലീനയ്ക്ക് അറിയാവുന്നത് കൊണ്ട് അലീന ഇതെല്ലാം കേട്ട് കരഞ്ഞിങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ അലീന പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. വൈജയുടെ വായിലെ നാവിൻ്റെ ആ ഒരു നന്മ കൊണ്ട്. അതിന് ഞാനെന്ത് തെറ്റാ ചെയ്തത്, ഞാൻ പിഴച്ചത് കൊണ്ടാണോ എന്നും ചോദിച്ചുകൊണ്ട് അലീന ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും അലീന അത് ചോദിക്കുന്നത് കേട്ടപ്പോൾ ഉണ്ടല്ലോ വൈജയും അതുപോലെ മുത്തശ്ശിയും ഞെട്ടി. വൈജ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് നീ എന്താടി ഇപ്പം പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ തെറ്റ് ചെയ്തെന്ന് ഇപ്പം മേഡം പറഞ്ഞില്ലേ, ഞാൻ തെറ്റ് ചെയ്തിട്ടാണോ, ഞാൻ പിഴച്ചത് കൊണ്ടാണോ ഞാൻ അനാഥയായി പോയത്, ഞാൻ അനാഥാലയത്തിൽ ജീവിക്കേണ്ടി വന്നത്, എനിക്ക് ജന്മം തന്നവർ എന്നെ ഉപേക്ഷിച്ച് പോയത് എൻ്റെ തെറ്റുകൊണ്ടാണോ എന്നൊക്കെ അലീന അന്നേരം ചോദിച്ചു. അപ്പോഴത്തേക്കും വൈജ അലീനയോട് തട്ടിക്കയറി. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, മതി നിർത്ത്, നീ എന്തിനാ ആ കൊച്ചിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്, അതെന്ത് തെറ്റാ ചെയ്തതെന്നും ചോദിച്ചുകൊണ്ട് മുത്തശ്ശി അന്നേരം ഇങ്ങനെ പറയാം. പിന്നെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലോട്ട് പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ വൈജ അമ്മയോട് ചോദിച്ചു. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഈ കൊച്ചും കാണുമെന്ന്. അമ്മ എന്തൊക്കെയാ പറയുന്നത്, ഇവളെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ശരിയാവുന്നത്, അല്ലെങ്കിൽ തന്നെ അവിടെ ഒരു ജോലിക്കാരിയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇനി ഇവളെയും കൂടെ കെട്ടിച്ചമന്ന് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈജ ഇങ്ങനെ പറയുമ്പോൾ അവിടുത്തെ ജോലിക്കാരി നിൻ്റെ ആവശ്യങ്ങൾക്കുള്ളവളല്ലേ, അല്ലാതെ എൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ളതൊന്നും അല്ലല്ലോ. എനിക്ക് ഈ കൊച്ചു മതി, ഈ കൊച്ചെൻ്റെ കൂടെ ഉണ്ടെങ്കിലേ ഞാൻ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും വരുന്നുള്ളൂ എന്നും പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പറയാം. മുത്തശ്ശി അങ്ങനെ ആ ഒരു കാര്യം തറപ്പിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അലീന ഉണ്ടെങ്കിലേ താൻ വരുള്ളൂ, അലീന ഉണ്ടെങ്കിലേ താൻ വരികയുള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മകൾക്ക് അത് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. അലീന ഇല്ലാണ്ട് അമ്മ വരില്ല എന്നുള്ള കാര്യം വൈജയ്ക്ക് കൃത്യമായി മനസ്സിലായി. അമ്മയുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യ് എന്നും പറഞ്ഞു വൈജ ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. പോകുന്ന സമയത്ത് അലീനയെ വിളിച്ച് എടി പെങ്കൊച്ചേ വന്നേന്നും പറഞ്ഞു. അപ്പോൾ അലീന ഇങ്ങനെ ചെന്നു കേട്ടോ. അലീന ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈജ പറയുകയാണ്, അതേ കാണുന്നതിനും കേൾക്കുന്നതിനും മിണ്ടുന്നതിനും പറയുന്നതിനും എല്ലാം ഇങ്ങനെ നിന്ന് കരയാൻ നോക്കിയാലേ നിനക്ക് കരയാനേ സമയം ഉണ്ടാവുള്ളൂ. എൻ്റെ ശൈലി ഇതാ, ഞാൻ ഇങ്ങനെയേ സംസാരിക്കുകയുള്ളൂ. ഞാൻ ജന്മം കൊടുത്ത എൻ്റെ സ്വന്തം മക്കളോട് പോലും ഞാൻ ഈ രീതിയിലേ സംസാരിക്കാറുള്ളൂ. പിന്നെ നിൻ്റെ മുന്നിൽ ഞാൻ താഴണോ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാൻ ഇങ്ങനെ ആണെന്ന് അംഗീകരിച്ച് നിൽക്കാമെന്നുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ നിൽക്കാമെന്നുണ്ടെങ്കിൽ മാത്രം നീ അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്നും ഈ അമ്മ മോളോട് പറയാം. അത് കേട്ടപ്പോൾ ഞാൻ പ്രസവിച്ച എൻ്റെ മക്കൾ പോലും എന്ന് വൈജ പറഞ്ഞത് കേട്ടപ്പോൾ നമ്മുടെ അലീന അമ്മയുടെ നേരെ ഇങ്ങനെ ഒരു നോട്ടം നോക്കി. അപ്പം ഞാൻ ആരാണ് അമ്മ എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ അതേ അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്നിട്ട് ഇങ്ങനെ പറയാം, അവിടുത്തെ ജോലികളും കാര്യങ്ങളും അതുപോലെ തന്നെ അമ്മയെ നോക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം വൈജ ഇങ്ങനെ പറഞ്ഞു. വൈജ ഇതെല്ലാം പറഞ്ഞിട്ട് നേരെ കമലയുടെ അടുത്തേക്ക് പോയി. കമലയുടെ അരികിൽ ചെന്നപ്പോൾ കമല ഇവിടെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഏട്ടത്തി
അമ്മയുടെ കാര്യങ്ങളെല്ലാം അവൾ നല്ല നന്നായി തന്നെ നോക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഒരു പുതുജീവൻ വന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അവൾ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് കൊടുത്താലേ ഇവളൊക്കെ നാളെ തലേ കയറിയിരുന്ന് നിരങ്ങും. അതുകൊണ്ട് ഇവളെയൊന്നും അങ്ങ് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. അപ്പോൾ ഈ ഒരു സമയത്ത് അമ്മയെ കൊണ്ടുപോകുന്ന കാര്യങ്ങളെപ്പറ്റി ഇവർ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ ഇവൾ കൂടെ ഉണ്ടെങ്കിൽ അമ്മ കൂടെ വരുള്ളൂ എന്നാണ് അമ്മ പറയുന്നത് എന്ന് ഇവർ തമ്മിൽ പറയുന്നത്. ഈ ഹരി അവിടെ ഇരുന്ന് കേൾക്കുക. ഹരിയാണെങ്കിൽ നിന്നെ ഞാൻ എടുത്തോളാടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മുടെ അലീന അവിടെ നിന്ന് പോകുവാണെന്ന് അറിഞ്ഞപ്പോൾ ഹരിക്ക് ആകെ ഒരു ഇതുപോലെ. അപ്പം ഹരി എന്നിട്ട് ചെവി വട്ടം പിടിച്ച് നിൽക്കുക ഇവരെന്താ പറയുന്നതെന്ന് കേൾക്കാനായിട്ട്. ആ ഒരു സമയത്ത് അയ്യോ ഏട്ടത്തി അമ്മ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. അയ്യോ വൈജ അമ്മയുടെ കൂടെ അവളെ കൊണ്ടുപോയാൽ പിന്നെ എന്താ ചെയ്യുന്നത്? മനുവിനോട് നമ്മൾ എന്തു പറയും? അമ്മ വന്നു കഴിയുമ്പോൾ അവളെയും കൊണ്ട് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമല ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിന് എനിക്ക് അവളെ കൊണ്ടുപോകാനേ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല ഏട്ടത്തി. പിന്നെ അവളില്ലാണ്ട് അമ്മ വരുവേല എന്നുള്ള വാശിയിലാണ്. പിന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? അവളെ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് അമ്മ പറയുമ്പോൾ എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. നോക്കാം, അവളെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റുമെന്ന് നോക്കാം എന്നൊക്കെ നേരത്തേക്കും വൈജ പറഞ്ഞു. എന്തായാലും വൈജയ്ക്ക് ഇഷ്ടപ്പെട്ടു. വീട്ടിൽ കൊണ്ടുപോയി മാടിനെ പോലെ പണിയെടുപ്പിക്കാമെന്ന് വൈജയ്ക്ക് മനസ്സിലായി. ചോദിക്കാനും പറയാനൊന്നും ആരും വരില്ല. അതുപോലെ തന്നെ മിണ്ടുമ്പോൾ കരയുന്ന ഒരു പെണ്ണാണ്, ഒത്തിരി പ്രതികരിക്കൊന്നും ഇല്ല എന്നുള്ളത് വൈജയ്ക്ക് അങ്ങ് മനസ്സിലായി. എന്തായാലും അമ്മയും മോളും നേർക്കുനേരെ നിന്ന് സംസാരിച്ചു. അമ്മയെ മകൾ ചോദ്യം ചെയ്യുക. ഞെട്ടിപ്പോയി വൈജയുടെ അഹങ്കാരമൊക്കെ ഒരു സെക്കൻഡ് നേരത്തേക്ക് അന്താളിപ്പോട് കൂടി നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഇതിൽ കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പറഞ്ഞാൽ തീരാത്ത അടിപൊളി കഥകളുമായിട്ട് നമ്മുടെ എപ്പിസോഡുകൾ എത്താനിരിക്കുകയാണ്. ആരും തന്നെ കാണാതിരിക്കരുത് കേട്ടോ. എന്തായാലും നല്ല മനോഹരമായിട്ട് ഒരുപാട് കരയാനുള്ള എപ്പിസോഡുകൾ ഇനിയും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കഥയും കഥ പറയുന്ന ശൈലികളും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി.